നമസ്കാരം. ഈ അടുത്ത് കേരളം കല്യാണം നടത്തിക്കൊടുത്ത ഒരു വൈറൽ പെൺകുട്ടിയുണ്ട്. ആ വൈറൽ പെൺകുട്ടിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു പുലിവാല് പുറകെ വരുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് സത്യമായി. സംഭവം ഒരു പോക്സോ കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയെ കല്യാണം കഴിച്ച വ്യക്തിക്കെതിരെയാണ് നിലവിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ കല്യാണം നടത്തിയവരും കല്യാണം കണ്ടവരും നിന്നവരും എല്ലാം കുടുങ്ങുമെന്നാണ് അറിഞ്ഞത്. സംഭവത്തിലേക്ക് കിടക്കാം. വൈറൽ പെൺകുട്ടിയുടെ കല്യാണം നടത്തിയതുമായി ബന്ധപ്പെട്ട് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. സംഭവം സത്യമാണ്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ കുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുകയോ ആ കുട്ടിയെ ഹരാസ് ചെയ്തിട്ടോ ഉണ്ടാവണം. എന്നാൽ അത് ആർക്കൊക്കെ എതിരെ നിൽക്കുമെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രം അറിയാൻ കഴിയൂ. എന്നാൽ ഇവിടെ കല്യാണം നടത്തിക്കൊടുത്ത ചില ആൾക്കാരുണ്ട്. അവർക്കെതിരെ ചില വകുപ്പുകളൊക്കെ നിൽക്കും. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് എന്നൊരു വകുപ്പുണ്ട്. അതിൽ സെക്ഷൻ 9, 10, 11 കുറച്ച് പ്രശ്നമാണ്. സെക്ഷൻ 9 പറയുന്നത് എ അഡൾട്ട് മാരിങ് എ മൈനർ ചൈൽഡ്. അവിടെ സെക്ഷൻ 9 അട്രാക്ട് ചെയ്യും. അപ്പോൾ കല്യാണം കഴിച്ച ആളുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി സെക്ഷൻ 10 സോളമനൈസിങ് ദ മാരേജ്, അതായത് കല്യാണം നടത്തിക്കൊടുത്തവർ റിലീജിയസോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്നവരോ ആയി കല്യാണം നടത്തിക്കൊടുത്തവരാണ് ഈ സെക്ഷൻ 10 പരിധിയിൽ വരുന്നത്. ഇനി സെക്ഷൻ 11 പ്രൊമോട്ടിംഗ് ഓർ പെർമിറ്റിംഗ് ദ മാരേജ്, അതായത് വിവാഹത്തെ പ്രൊമോട്ട് ചെയ്തവരും അത് നടത്താനായി പെർമിഷൻ കൊടുത്ത് അതിൻ്റെ ചുക്കാൻ പിടിച്ചവരുമൊക്കെ ആ വകുപ്പിന്റെ കീഴിൽ വരുമെന്ന് സാരം. ഇവിടെ അന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്തവരൊക്കെ ഇന്ന് ഈ നിമിഷം അതിനെക്കുറിച്ച് തള്ളിപ്പറഞ്ഞു എന്നാണ് അറിയുന്നത്. ഈ പറഞ്ഞ വകുപ്പുകൾ ഒന്നുമല്ലാതെ ഭാരതീയ ന്യായ സംഹിതയിലെ ചില വകുപ്പുകളും നിൽക്കും. അതായത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതാണെന്നുണ്ടെങ്കിൽ ചില വകുപ്പുകൾ നിൽക്കും. അബ്ഡക്ഷൻ പോലുള്ള വകുപ്പുകൾ നിൽക്കും. മറുവാദമുണ്ട്, പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയല്ലേ ഇതെല്ലാം നടന്നത്, പിന്നെ എങ്ങനെയാ ഇതിനൊക്കെതിരെ കേസ് വരുന്നത്, ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത്. സംഭവത്തിൽ കുറച്ച് ഗൗരവമുണ്ട്. കുട്ടി മൈനർ ആണ് എന്ന കാര്യത്തിൽ ഉറപ്പാണെങ്കിൽ കുട്ടിയുടെ സമ്മതത്തിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല. അതായത് കുട്ടിയുടെ സമ്മതത്തോടുകൂടി നടന്ന കല്യാണം, കുട്ടിയുടെ സമ്മതത്തോട് നടന്ന കല്യാണ ചടങ്ങ് എന്നിവയ്ക്കൊന്നും യാതൊരുവിധ നിയമസാധുതയും ഇല്ല. പിന്നെ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോക്സോ ആക്ടിന്റെ കീഴിലുള്ള വകുപ്പുകൾ നിൽക്കുകയും ചെയ്യും, അതിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ കേരള കല്യാണം ഇപ്പോൾ പുലിവാൽ കല്യാണമായി.